ഞാനിപ്പോഴുള്ളത് അശരണർക്ക് ആശ്വാസമരളികൊണ്ട് സാന്ത്വനമരളികൊണ്ട് നിൽക്കുന്ന കൃപാസനം അമ്മയുടെ മുൻപിലാണ്. കൃപാസനം അമ്മ ഇരു കൈകളും നീട്ടി തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കളുടെ മുൻപിൽ ഇതാ നിൽക്കുകയാണ്. കൃപാസനം അമ്മയുടെ അത്ഭുത തിരുസ്വരൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2004 ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കൃപാസനം അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ള ഒരു തിരുസ്വരൂപമാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അതിന് മുൻപിലായിട്ട് കൃപാസനം അമ്മയുടെ വെഞ്ചിരിച്ച മണ്ണ് കാണാം. അത് ഭക്തജനങ്ങൾ വളരെ വിശ്വാസപൂർവ്വം വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇത് പുതിയതായിട്ട് വെച്ചിട്ടുള്ള ഫ്രാൻസിസ് സേവറിൻ്റെ ഒരു തിരുസ്വരൂപമാണ്. ഏകദേശം ഒരു മാസമാവുന്നതിലുള്ളൂ ഈ രൂപം ഇവിടെ സ്ഥാപിച്ചിട്ട്. ഭക്തി ചൈതന്യം തുളുമ്പുന്ന ഫ്രാൻസിസ് സേവറിൻ്റെ ഒരു രൂപം. കൃപാസനം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഉൾവശത്തോടെ ഞാൻ പതുക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്തായിട്ട് ഉള്ള കൗണ്ടറുകളിലാണ് കൃപാസനം ഉടമ്പടി പുതിയതായിട്ട് പുതുക്കുവാനും അതുപോലെ തന്നെ കൃപാസനം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃപാസനം വെഞ്ചരിച്ച മെഴുകുതിരിയിൽ ലഭിക്കുന്ന കൗണ്ടറുകളെല്ലാം ഇവിടെയാണ്. ഇപ്പോൾ കാണുന്ന ഈ ലൈൻ കൃപാസനം ഉടമ്പടി പുതുക്കി എടുക്കാനുള്ള ഒരു ലൈനാണ്. കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ളവരുടെ ക്ലാസ് കഴിഞ്ഞ് അവർ ദിവ്യാരാധന ചാപ്പലിലേക്ക് കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ചെല്ലാനായിട്ട് വരുന്ന ഒരു ക്യൂ ആണിത്. ഈ കാണുന്ന നിലവിളക്കിലാണ് ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി തൈലം ഒഴിച്ച് തിരി കത്തിച്ചതിന് ശേഷം ദിവ്യാരാധന ചാപ്പലിൽ കയറി കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുന്നത്. ഇത് ഉടമ്പടി പ്രതിജ്ഞ എടുക്കാനായിട്ട് ചാപ്പലിൽ കയറിയിട്ടുള്ള ഭക്തജനങ്ങളാണ്. കൃപാസനം അമ്മ അനേകായിരങ്ങൾക്ക് കൃപ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കലവൂർ തീർത്ഥാടന കേന്ദ്രത്തിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനേകം പേരാണ് ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യങ്ങൾ പറയുവാനും അച്ഛനെ കണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കൃപാസനം മെയിൻ ഹാളിലേക്കാണ് വരുന്നത്. അവിടെയാണ് അമ്മ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിനടുത്ത് തന്നെയാണ് ഈ ഭാഗത്തായിട്ടാണ് ഉടമ്പടി പുതിയതായിട്ട് എടുക്കുന്നവർ ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുന്ന സ്ഥലം. അവിടെ 7 നിലവിളക്കുകൾ കാണാം. അതിൽ ഉടമ്പടി തൈലം ഒഴിച്ച് ഓരോ തിരി തെളിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ ചെല്ലും. മരിയൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അതിനുശേഷം ഉടമ്പടി പേടകം മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിലായിട്ട് കാണാം. അതിൽ നമ്മൾ എഴുതിയ 6 നിയോഗങ്ങൾ ആ പത്രം ആ ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ച് അമ്മ മാതാവിനെ വണങ്ങി പോകുന്നു. അതാണ് കൃപാസനം ഉടമ്പടിയുടെ ഒരു രീതി. ധാരാളം പേരാണ് അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ തേടി ഈ സന്നിധിയിലേക്ക് എത്തുന്നത്. അത് കേരളത്തിനകത്തു നിന്നോ പുറത്തു നിന്നോ വ്യത്യാസമില്ലാതെ വിദേശങ്ങളിൽ നിന്ന് പോലും അനേകങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവ്. ഇപ്പോൾ നാം കാണുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റർ സാക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ടുവന്നവരുടെ സാക്ഷ്യങ്ങൾ വായിച്ചു നോക്കിയാണ്. വിശ്വാസയോഗ്യമായ സാക്ഷ്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു അവസരം ലഭിക്കുക. സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒന്ന് തന്നെയാണ്. സാക്ഷ്യങ്ങളിലൂടെയാണ് ദൈവമഹത്വം വർദ്ധിക്കുന്നതും. കൃപാസന മെയിൻ ഹാളിൻ്റെ മുൻഭാഗത്തായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം ഇവിടെ കാണാം. അനേകം പേർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത്ഭുത മാതാവിൻ്റെ തിരുസ്വരൂപം എത്രയോ
ഭക്തർക്ക്, വിശ്വാസികൾക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അഭയമായിട്ടുണ്ടെന്നോ? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ യേശുവുമായിട്ടാണ് ഉടമ്പടി ഏർപ്പെടുന്നത്. അതിന് മധ്യസ്ഥം വഹിക്കുക മാത്രമാണ് പരിശുദ്ധ കന്യകാമറിയം ചെയ്യുന്നത്. മക്കളുടെ വേദനകൾ, വിഷമങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുക അമ്മയ്ക്കാണ്. ഒരു പിതാവിനേക്കാൾ കൂടുതലായിട്ട് അമ്മയ്ക്കാണ് ഒരു വീട്ടിലെ മക്കളുടെ വിശേഷം, അതുപോലെ തന്നെ അവരുടെ വിഷമതകൾ അറിയുന്നത്. ഇവിടെയും അമ്മ ആ ഒരു മാധ്യസ്ഥമാണ് വഹിക്കുന്നത്. യേശുവിൽ നിന്ന് അത്ഭുതകരമായ സൗഖ്യങ്ങളും വിടുതൽ നമുക്ക് വാങ്ങിത്തരുന്നത് അമ്മയുടെ ഈ മാധ്യസ്ഥ ശക്തി തന്നെയാണ്. മെയിൻ ഹോളാണിത്. ഇവിടെയാണ് കൃപാസനം സാക്ഷ്യങ്ങൾ പറയുക. ജോസഫച്ചൻ്റെ ദൈവിക വചനങ്ങൾ ഈ ഹാളിൽ ഇരുന്നുകൊണ്ടാണ് ജനങ്ങൾ ശ്രവിക്കുക. ധാരാളം പേർ കൃപാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനായിട്ട് ക്ലാസ്സുകൾക്ക് പോയ സമയമാണ്. അതുകൊണ്ടാണ് തിരക്ക് ഇവിടെ കുറവായിട്ട് തോന്നുന്നത്. ഇതാണ് കൃപാസനം ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിലാണ് കൃപാസനം നേർച്ച വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടറുകളുള്ളത്. 4-5 കൗണ്ടറുകൾ ഇവിടെയുണ്ട്. കൃപാസന നേർച്ച വസ്തുക്കളായ കാശുരൂപം, വെഞ്ചരിച്ച ഫോട്ടോകൾ, തിരി, ജപമാല, ബൈബിൾ എന്നിവയെല്ലാം ഇവിടെയാണ് ലഭിക്കുക. ഈ ഹോളിൽ മാതാവിൻ്റെ ഒരു അത്ഭുത സ്വരൂപമുണ്ട്. ഇവിടെ നിന്നാണ് ഉടമ്പടി പേടകത്തിനടുത്തേക്ക് മാതാവിൻ്റെ പ്രദക്ഷിണം നീങ്ങുന്നത്. ഇവിടെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പാട്ടുപാടി ഭക്ത്യാദരങ്ങളോടെ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് പ്രദക്ഷിണമായി പോകുന്നു. ആ സമയം മാതാവിൻ്റെ രൂപത്തിനൊപ്പം ഒരു ധൂപകുറ്റിയും വിളക്ക്, കുട, മണി എന്നിവയോടുകൂടി ആഘോഷമായിട്ടാണ് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പോകുക. ഇപ്പോൾ പുതിയ ഉടമ്പടി എടുത്തവർ ക്ലാസ്സിന് പോയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ തിരക്ക് കുറവ്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് അവർക്ക് കൃപാസനം തിരികൾ ലഭിക്കുന്നതും അതുപോലെ പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പേടകത്തിനടുത്തേക്ക് പോകുന്നതും. ഉടമ്പടി ക്ലാസ്സുകൾ ഏകദേശം 1.5-2 മണിക്കൂറോളം ക്ലാസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് കൃപാസനം ഉടമ്പടി നിവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണത്. ഇപ്പോൾ നാം കാണുന്ന ഈ ക്യൂ കൃപാസനത്തിലെ ജോസഫച്ചനെ നേരിട്ട് കണ്ട് ആശീർവാദം സ്വീകരിക്കാനുള്ള ഒരു ക്യൂ ആണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ജോസഫച്ചനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മൾ ആവശ്യമുള്ള രേഖകൾ, ഹോസ്പിറ്റൽ കേസുകളാണെങ്കിൽ അതിൻ്റേതായ സർജറിയുടെ ഫിക്സ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ, അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാതാവിൻ്റെ പ്രദക്ഷിണമാണ്. ഉടമ്പടി പേടകത്തിനടുത്തേക്ക് പോകുന്ന പ്രദക്ഷിണം. ഇതാണ് കൃപാസനം ഉടമ്പടി എടുക്കുവാനും പുതുക്കാനുമുള്ള കൗണ്ടറുകളാണ് ഈ വലത് ഭാഗത്ത് കാണുന്നത്. വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് കൃപാസനം തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മാതാവിനെ തൊട്ടുമുത്താനുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് നാം ഇപ്പോൾ കാണുന്നത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപം. അവിടെയാണ് ഞാനിപ്പോൾ. പ്രദക്ഷിണം ഈ വഴിയിലൂടെ പതുക്കെ നടന്നു വരുന്നു. അമ്മ മാതാവിനെ തൊട്ട് വണങ്ങുവാനായിട്ട് ഭക്തജനങ്ങൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാം. ഇതാണ് കൃപാസനം ഉടമ്പടി പേടകത്തിനടുത്തേക്കുള്ള പ്രദക്ഷിണം. ഓരോ ബാച്ചുകളിൽ 20-30 പേർ വീതമുണ്ടാവും. അങ്ങനെ ഓരോ ബാച്ചുകളായിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നത്. ഉടമ്പടി പേടകത്തിനടുത്ത് പ്രദക്ഷിണം എത്തി ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എത്തിയ ഉടമ്പടി സത്യപ്രതിജ്ഞ ചെല്ലുകയും ഉടമ്പടി നിലവിളക്കുകളിൽ തെളിയിച്ച്
ഉടമ്പടി നിക്ഷേപിച്ച് പോവും. അതിന് പിന്നാലെ മറ്റേ ബാച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് ഇങ്ങനെ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ മുമ്പിൽ തങ്ങളുടെ നിയോഗ ഉടമ്പടി സമർപ്പിക്കാനുള്ള ഭക്തജനങ്ങളുടെ തിരക്കാണ് നാം ഇപ്പോൾ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ അനേകം പേർ ഓരോ ദിവസം ആലപ്പുഴ കലൂർ എന്ന ഈ ചെറിയ ദേശത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. അമ്മ മാതാവ് ഇന്നും ജീവിക്കുന്ന യേശുവിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. യേശുനാഥൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് മനുഷ്യരൂപം ധരിച്ചു വന്ന ആ പ്രിയ സുതൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കാനാണ് പരിശുദ്ധ കന്യകാ മാതാവ് നമുക്കായിട്ട് ഇവിടെ നിലകൊള്ളുന്നത്. ഈ മണ്ണിലാണ് 2004 പരിശുദ്ധ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷനായത്. അതിനുശേഷം ജനങ്ങളിൽ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിച്ചുകൊണ്ട് അമ്മ മാതാവ് അനേകം സൗഖ്യങ്ങളും വിടുതലും നൽകിക്കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇത് വളർന്നു. ഇതിപ്പോൾ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉടമ്പടി പാലിച്ചാൽ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും എന്നുള്ള വളരെ ലളിതമായ ഒരു തത്വമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ വളരെ സങ്കീർണമായ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. പ്രാർത്ഥന, വിശ്വാസ ചൈതന്യം, പ്രേക്ഷിത പ്രവർത്തനം, രോഗികളെ സന്ദർശിക്കൽ, ബൈബിൾ വായിക്കുക, ഉപവാസം എടുക്കുക, കൃപാസനം ഉടമ്പടി പത്രം മാതാവിനെ അറിയാത്തവരിലേക്ക് പ്രചരിപ്പിക്കുക എന്നിവയാണ് ഇവിടെ കൃപാസനം ഉടമ്പടിയുടെ മെയിൻ കാര്യങ്ങളായിട്ട് പറയുന്നത്. അത് വിശ്വസ്തതപൂർവ്വം ചെയ്യുക. അതിലൂടെ നമുക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഇതാണ് കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം. അതിനടുത്തായിട്ട് മഞ്ഞ നിറത്തിലുള്ളതാണ് ഉടമ്പടി പേടകം. നമ്മളുടെ 6 നിയോഗങ്ങൾ ആ ഉടമ്പടി പേടകത്തിലേക്ക് ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം നിക്ഷേപിച്ച് അമ്മ മാതാവിനെ വണങ്ങി വന്നിച്ച് പോകുന്നു. അതിനുശേഷം ഉടമ്പടി വിശ്വസ്തപൂർവ്വം നമ്മൾ പാലിക്കുകയാണെങ്കിൽ ആദ്യ ഉടമ്പടിയിൽ തന്നെ നമ്മളുടെ നിയോഗങ്ങൾ സാധിച്ചു ലഭിക്കും. അത് അനേകായിരങ്ങൾ സാക്ഷ്യങ്ങളിലൂടെ പറയുന്ന ഒരു കാര്യമാണ്. ഉടമ്പടി എടുക്കുന്നവർ എങ്ങനെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നുവോ അനുസരിച്ചാണ് ദൈവം തിരിച്ചും വിശ്വസ്തത കാണിക്കുന്നത്. ഉടമ്പടിക്ക് കാലതാമസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടിയിൽ എവിടെയെങ്കിലും ഒരു താളപ്പിഴവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അനേകായിരങ്ങളുടെ സാക്ഷ്യങ്ങൾ അത് ശരിവെക്കുന്നതാണ്. ഇപ്പോൾ നിലവിളക്കിൽ ഉടമ്പടി തൈലം ഒഴിച്ച് തിരി തെളിയിക്കുന്ന ഒരു ഭാഗമാണ് നാം കാണുന്നത്. ഇവിടെ വെച്ചാണ് കൃപാസനം തൈലവും വെഞ്ചരിച്ച കാശുരൂപവും കൊടുക്കുന്നത്. വെഞ്ചരിച്ച തൈലം കിട്ടിക്കഴിഞ്ഞാൽ അത് നിലവിളക്കിൽ അല്പം ഒഴിച്ച് നിലവിളക്ക് തെളിയിച്ച് അതിന് ശേഷമാണ് ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കാണ്. അതുകൊണ്ട് അല്പം ഡിസിപ്ലിൻ ഇവിടെ ആവശ്യമാണ്. ഒരു ക്ഷമ ഇവിടെ ഭക്തജനങ്ങൾക്ക് ആവശ്യമാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാം സിസ്റ്റമാറ്റിക്കാണ് നീങ്ങുന്നത്. അത് ഭക്തജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു രീതി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കാരണം കൊണ്ട് വലിയ തിരക്കില്ലാതെ വലിയ കാലതാമസമില്ലാതെ ഭക്തജനങ്ങൾക്ക് ഉടമ്പടി എടുത്ത് പോകുവാൻ സാധിക്കും. അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.
വളണ്ടിയേഴ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിയാൽ യാതൊരു പ്രയാസവും കൂടാതെ ഉടമ്പടി എടുത്ത് പോകുവാൻ കഴിയും. അതുകൊണ്ടാണ് അല്പം സ്ട്രിക്റ്റായിട്ട് ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത്. അതിൽ നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഉടമ്പടി സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഉള്ള ഒരു കൗണ്ടറാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്ററാണ് സാക്ഷ്യങ്ങൾ വായിച്ചു നോക്കി അത് വിശ്വാസയോഗ്യമാണോ എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യങ്ങൾ പറയാൻ അനുവാദം നൽകുകയുള്ളൂ. കൃപാസന മാതാവിൻ്റെ ചൈതന്യത്താലാണോ ഈ സാക്ഷ്യം ലഭിച്ചിട്ടുള്ളത് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് സാക്ഷ്യങ്ങൾ പറയാൻ അനുവാദം കിട്ടുകയുള്ളൂ. ഓരോ സാക്ഷ്യങ്ങളും മറ്റുള്ള അനേകാര്യങ്ങളിലേക്ക് മാതാവിലേക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാനും അമ്മയിൽ ശരണമടയാനുള്ള ഒരു പ്രചോദനമാണ് ഓരോ സാക്ഷ്യങ്ങളും. സാക്ഷ്യങ്ങൾ മൂലം തന്നെയാണ് ഞാനും ഇവിടേക്ക് ആകർഷിക്കപ്പെട്ടത്. ദിവസവും എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. കൃപാസനം യൂട്യൂബിലൂടെ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതിലൂടെ എത്രയോ മക്കൾ അമ്മയെ അറിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്നു. കൃപാസനം പത്രവും അതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ന് ധാരാളം സാക്ഷ്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സാക്ഷ്യങ്ങൾ പരിശോധിക്കുന്ന തിരക്കിലാണ് ബഹുമാനപ്പെട്ട കന്യാസ്ത്രീ. നിലവിളക്കിൽ തെളിച്ചതിന് ശേഷം എല്ലാവരും ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. എല്ലാവർക്കും നിലവിളക്കിൽ തെളിയിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. അതിനുശേഷം ആ ഗ്രൂപ്പിൽ എല്ലാവരും നിലവിളക്കിൽ തെളിച്ചതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുക.